നമസ്കാരം. ക്രോസ് ഫയറിൽ നമുക്കൊപ്പം സാന്ദ്ര തോമസ്. സാന്ദ്ര, വീണ്ടും സാൻഡ്ര അതെ, തോമസ്. വീണ്ടും സാന്ദ്ര തോമസ് എന്ന് പറയേണ്ടി വരും. കാരണം 3 മാസം മുമ്പാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ 3 മാസത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ? സംഘടനയിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് അതിൻ്റെ കാരണമായി സംഘടന കോടതി പറഞ്ഞിരിക്കുന്നത്. അതെ, ശരിക്കും അത് തന്നെയാണോ കാരണം? ശരിക്കും അതല്ല കാരണം. ശരിക്കും കാരണം എന്ന് പറയുന്നത് ഞാൻ അവരെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചു. അതിൽ അവർ ഒഫൻഡഡ് ആയി എന്നെ പുറത്താക്കി. അതാണ് ഉണ്ടായത്. പക്ഷെ പറയാൻ വേറെ റീസൺ ഇല്ലാത്തത് കൊണ്ടും അച്ചടക്ക ലംഘനം എന്ന് പറയുന്നു. എന്ത് അച്ചടക്ക ലംഘനമാണ് ഞാൻ നടത്തിയതെന്ന് എനിക്കറിയില്ല. അപ്പം അതിന് അവര് കോടതിയിൽ കാണിച്ചിരിക്കുന്നത് നമ്മളെ ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതും ഹേമ കമ്മിറ്റി വിഷയത്തിൽ ഇവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അത് പ്രതികരിക്കാതിരുന്നത് ശരിയായില്ല എന്നുള്ള കാര്യത്തിൽ എൻ്റെ എതിർപ്പ് ഞാൻ അവർക്ക് കത്തെഴുതി അറിയിച്ചു. ഞാൻ അവരെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു. ഇതിലൊന്നും എനിക്ക് നീതി കിട്ടാതെ വന്നപ്പോഴാണ് അവസാനം ഞാൻ വെളിയിലിറങ്ങി മീഡിയയോട് സംസാരിക്കുന്നത്. അതിലാണ് എന്നെ ഇപ്പൊ പുറത്താക്കിയേക്കുന്നത് എന്നാണ് അവര് പറയുന്നത്. അതാണോ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ? അതെ, കോടതിയിൽ ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ള പേര് ഈ ഇന്റർവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്റർവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ അവരെ മോശക്കാരാക്കുന്ന രീതിയിൽ ഞാൻ ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അവർക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു എന്നതിനപ്പുറം സാന്ദ്ര അവർക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് പുറത്താക്കലിന് കാരണമായോ? അതും കാരണമായി. കാര്യം കേസായിട്ടൊന്നും മുന്നോട്ട് പോകാനായിട്ട് അവരാരും ഞാൻ ഒരിക്കലും അത് ചെയ്യുമെന്നും അവർ പ്രതീക്ഷിച്ചില്ല. കാര്യം എത്രയോ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, എന്നേക്കാൾ കൂടുതൽ ഉപദ്രവിച്ചേക്കുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് അവരുടെ സ്വാഭാവികമായ ചോദ്യം. അപ്പം അവർക്കിതിലൊന്നും ഒരു തെറ്റ് അവർ കാണുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്നും തെറ്റല്ല. അവരെ സംബന്ധിച്ചോളം തെറ്റുകളൊക്കെ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടും ആരും മിണ്ടിയിട്ടില്ല. ഇപ്പൊ പോലും കേസുകൾ വന്നേക്കുന്നതൊന്നും ശരിക്കും അനുഭവിച്ചിരിക്കുന്ന സ്ത്രീകളൊക്കെ മിണ്ടാതെ പതുങ്ങിയിരിക്കുകയാണ് പേടിച്ചിട്ട്. അപ്പം ഇപ്പൊ പുറത്തു വന്ന് പറഞ്ഞേക്കുന്ന സ്ത്രീകളെല്ലാം പെട്ടുമിരിക്കുകയാണ്. മനസ്സിലായോ? അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ്. അതായത് നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ച് SITയുടെ അടുത്ത് വന്ന് അവർക്കുണ്ടായ ദുരനുഭവം പറഞ്ഞ് പുറത്തു വന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ജോലിയില്ല, വർക്കും ഇല്ല, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി, സംഘടനയിൽ നിന്ന് ഒറ്റപ്പെടുത്തി, എല്ലായിടത്തു നിന്നും ഒറ്റപ്പെടുത്തി, അവരുടെ കുടുംബത്തെ പോലും പറഞ്ഞ് തെറ്റിച്ച് അവര് ആത്മഹത്യയുടെ വക്കിലാണ്. ഞാൻ ഈ പറയുന്നത് വാസ്തവമാണ്. അപ്പം പലരും എന്നെ വിളിച്ചിട്ട് എന്നോട് അവർ പറയുന്നത്, ചേച്ചി ഇനി എനിക്ക് ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന സർക്കാരാണെങ്കിലും അസോസിയേഷൻസ് ആണ്, സിനിമാ സംഘടനകളാണെങ്കിലും മീഡിയാസ് ആണെങ്കിലും ഇനി ഒന്ന് കണ്ണു തുറക്കണമെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു വലിയ ചർച്ചയായി വരുന്നുള്ളൂ. അല്ലെ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും അതവിടെ സ്വാഭാവികമല്ലേ. ആ സ്ത്രീയെ പീഡിപ്പിച്ചു, ആ സ്വാഭാവികമല്ലേ. അതൊക്കെ സ്ത്രീകളല്ലേ, പീഡിപ്പിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ സിനിമ വന്നാൽ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ സിനിമയെ വന്നാൽ മതി എന്നുള്ളതാണ് ഒരു പൊതു നിലപാട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പുറകെ സർക്കാർ പറഞ്ഞത്, നിങ്ങൾ വന്ന് ധൈര്യമായി പുറത്തേക്ക് വന്ന പരാതികൾ പറയണം, അങ്ങനെ പരാതികൾ പറയുന്നവരുടെ കേസുകൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് SIT ഒക്കെ രൂപീകരിച്ചത്. എന്നിട്ടും ഇതാണ് അവസ്ഥ. അപ്പോഴും ആ പറഞ്ഞ വാക്ക് പാഴ്വാക്കാകുകയാണ്. ഇവിടെ വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ട്, ഇവിടെ വനിതാ കമ്മീഷനുണ്ട്. ഈ സംവിധാനങ്ങളൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതല്ലേ? സാന്ദ്രയുടെ കേസിൽ തന്നെ അത് തന്നെയല്ലേ സംഭവിച്ചേ? എത്ര ദിവസമായി ഇപ്പോൾ പുറത്താക്കിയിട്ട്? എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയോ? ഇതുവരെ ഒരു അനക്കവും ഇല്ല. ഇപ്പം എന്റെ കേസ് വിടൂ. എന്റെ കേസ്, ഞാനൊരു ഫൈറ്ററാണ്. അവരെന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാനത് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ കേസ് വിടൂ. അതല്ലാതെ ഇതിനു വേണ്ടി പുറത്തേക്ക് വന്ന് സംസാരിച്ച, പല പീഡനങ്ങൾ അനുഭവിച്ച സ്ത്രീകളുണ്ട്. അവര് വന്ന് ഞങ്ങൾക്ക് പീഡനം സംഭവിച്ചു, ഞങ്ങളെ എങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഈ സർക്കാരിനെ വിശ്വസിച്ച് വന്ന് പറഞ്ഞ സ്ത്രീകളെല്ലാം ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇനി മുന്നോട്ട് വരരുതാരും. ഇനി മുന്നോട്ട് വന്നാൽ നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടും, നിങ്ങൾ എല്ലായിടത്തും ഒറ്റപ്പെടും, നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതായി മാറും. കാര്യം ഇതൊക്കെ ഒരു വോട്ട് ബാങ്കിന്റെ
ഇത് മാത്രം കണ്ടുകൊണ്ടാണ് ധൈര്യമായിട്ട് മുന്നോട്ട് വരൂ, ഒരു പ്രഹസനം പോലെ ഒരു കമ്മിറ്റി ഇത് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ കേസ് SIT വളരെ കാര്യക്ഷമമായിട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ, അതില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കേസ് അന്വേഷിക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ ഈ പറയുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പ്, അതേപോലെ വനിതാ കമ്മീഷൻ, ഇതുപോലെയുള്ള ആളുകൾ ആരും അനങ്ങുന്നില്ല. സ്ത്രീകൾക്കല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഞങ്ങളൊക്കെ സമൂഹത്തിൽ ഇച്ചിരി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളായതുകൊണ്ടാണോ ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടണ്ട എന്ന് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരല്ലേ അവര്. മുഖ്യമന്ത്രിയാണെങ്കിൽ പറഞ്ഞു, സിനിമാ മന്ത്രിയാണെങ്കിൽ പറഞ്ഞു. അപ്പൊ ഇവർക്കൊന്നും ആത്മാർത്ഥത ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എനിക്കറിയില്ല സത്യത്തിൽ. ഇപ്പം അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ ആരും അനങ്ങുന്നില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. ഇതിനകത്ത് ഇത്രയും ദിവസമായില്ലേ, ശ്രീമതി വീണ ജോർജ് എന്നെ വിളിച്ചിരുന്നു, അവരെന്നോട് വളരെ കാര്യമായിട്ട് സംസാരിച്ചിരുന്നു, നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ. അപ്പം അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഉള്ളത് പറയണമല്ലോ. പക്ഷെ ബാക്കിയുള്ള ഏരിയയിൽ നിന്നൊന്നും ഒരു റെസ്പോൺസ് ഇല്ല. നമ്മൾ ഇവർക്കെല്ലാം കത്തയക്കുന്നുണ്ട്, എല്ലാവർക്കും കത്തയക്കുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, മറ്റു സ്ത്രീകളും അയക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ ഈ അടുത്താണ് അറിഞ്ഞത്. അവര് എല്ലാവരോടും പറഞ്ഞ് മടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവരെന്നെ വിളിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് അറിയില്ല. അറ്റ്ലീസ്റ്റ് എനിക്കൊരു മൈക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായി, എനിക്ക് വന്നിരുന്ന് പറയാനൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അവർക്ക് അതുപോലും ഇല്ല, മീഡിയക്കും വേണ്ട അവരെ, മനസ്സിലായോ? കാര്യം അവർക്ക് ആ ഫേസ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഇല്ല എന്നതുകൊണ്ട് മീഡിയക്കും അവരെ വേണ്ട. അവരെ ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ അവരൊരു ആത്മഹത്യ ചെയ്യണം, അല്ലെ അവരൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി. അതാണ് സ്ത്രീകളുടെ അവസ്ഥ, അതാണ് സ്ത്രീകളുടെ. എനിക്ക് വേണമെങ്കിൽ എന്നോട് അവർ പല പ്രാവശ്യം ഇതിനു വേണ്ടി വന്നതാണ്, മീഡിയേഷന് വേണ്ടി വന്നതാണ്. ഞാൻ എന്തുകൊണ്ട് സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ, മറ്റു സ്ത്രീകൾ അവിടെ ദുരിതത്തിൽ തന്നെയാണ് അപ്പോഴും. എനിക്കൊരാൾക്ക് പരിഹാരം ഉണ്ടായിട്ട് കാര്യമില്ല. ഇനി വരാൻ പോകുന്ന സ്ത്രീകൾക്കും, അല്ലെ ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണം. ഞാൻ എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്തു? ഞാൻ ഒരു അമ്മയായതും കൂടിയാണ്, 2 പെൺകുട്ടികളുടെ അമ്മയും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്റെ മക്കൾക്ക് ഒരു ബെറ്റർ സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞാനാണ്, അല്ലേ? അപ്പൊ എനിക്ക് പറ്റിയത് പറ്റി, ഇനി ഞാൻ മിണ്ടാതിരിക്കാം എന്ന് തീരുമാനിച്ചാൽ ഇനി അത് മറ്റുള്ളവർക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ല. ഈ സാന്ദ്രയെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു, ഒരു പരാതി പറയുന്ന, അതിന്റെ വിശദീകരണം ചോദിക്കാനാണോ അന്ന് വിളിച്ചു വരുത്തുന്നത്? സാന്ദ്ര ഈ കേസ് ഉണ്ടാകുന്ന സമയത്ത്, കേസ് ഉണ്ടായ സമയത്ത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് ഇത് ചെയ്തില്ല, അതായത് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ആ കംപ്ലൈന്റ് ഇവർ ഇഗ്നോർ ചെയ്തു. അപ്പം ഞാൻ വീണ്ടും അതിനൊരു ഫോളോ അപ്പ് മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. വരൂ, നമുക്കിത് ചർച്ച ചെയ്യാം, തീർക്കാം. കാര്യം ഞാൻ ആ കത്തിനകത്ത് പറഞ്ഞിരുന്ന എൻ്റെ ഒരു സിനിമയുടെ കാര്യം മാത്രമല്ല, അതിനകത്ത് ഇപ്പം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല വേണ്ടാധീനങ്ങളെ കുറിച്ചും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ആളെ കയറ്റുന്നത് ഉൾപ്പെടെ എല്ലാ സിനിമകൾക്കും അതൊരു ബാധ്യതയായി മാറിയേക്കാണ്. ആളെ കയറ്റുക, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർ ഫ്രീ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ സിനിമ കാണുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ നമ്മൾ എന്തിനാ സിനിമ എടുക്കുന്നേ? അപ്പോൾ അതിനൊക്കെ ഒരു റെഗുലേഷൻ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള സിനിമ സംഘടനകൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. അല്ല ഞാൻ ഒരാളോ അല്ല ഒരു 2-3 പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ ഇവിടെ ഒരു മാറ്റവും സംഭവിക്കില്ല. വേറൊരു പ്രൊഡ്യൂസർ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധിതരാവുകയാണ് നമ്മളത് ചെയ്യാൻ. അപ്പൊ അതിൽ സംഘടന ഇടപെടണം, അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത്. അപ്പം എന്നെ ആൻഡോ ജോസഫ് പ്രസിഡന്റ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വരൂ നമുക്കിത് തീരുമാനമാക്കാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വാ, നാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരുന്നില്ല, ഇത്രയും പേരിരിക്കുന്നവിടത്ത് വന്ന് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്കത് അല്ലാതൊരു മീറ്റിംഗിൽ, സാധാരണ അങ്ങനെയാണ്. ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല, ഇന്ന് വരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ആരെയും വിളിച്ചു വരുത്തിയതായിട്ട് എൻ്റെ അറിവില്ല. അപ്പം ഇത് എന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ വിളിച്ചു വരുത്തുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പം ഈ കത്ത് വായിക്കുന്നു. ഈ കത്ത് ആൻഡോ ജോസഫാണ് വായിക്കുന്നത്. വായിച്ചത് തീരുന്നതിന് മുമ്പ് തന്നെ ശ്രീ സിയാദ് കോക്കർ എൻ്റെ അടുത്ത് ചൂടായി.
ബഹളം വെച്ചു. കാര്യം സിയാദ് കോക്കറാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ, പുള്ളിക്ക് എന്തോ ഒരു പൊസിഷൻ ഉണ്ട് അവിടെ, എന്താന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പൊ പുള്ളി അപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെ പറഞ്ഞതുകൊണ്ട് കാര്യം അവരാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്, അവർ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ. സിനിമ ഇറങ്ങിയ ദിവസം എവിടെയും പോസ്റ്റർ ഇല്ല. കാര്യം നമ്മൾ പോസ്റ്റർ അടിച്ചു കൊടുത്തേക്കാണ് ഇവരുടെ കയ്യിൽ, ഇവരാണ് ഒട്ടിക്കേണ്ടത്, വേറെ ആർക്കും ഒട്ടിക്കാൻ പാടില്ല. അപ്പൊ അത് ഒട്ടിച്ചിട്ടില്ല. അപ്പൊ ഉടനെ സിയാദ് കോക്കറിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു, ബഹളം വെക്കുന്നു, അതെല്ലാം ഉണ്ടാവുന്നു. അപ്പൊ അപ്പുറത്തുനിന്ന് വേറെ ആള് ഇനിയിപ്പോ ഡയറക്ടേഴ്സ് ഇറങ്ങി വന്ന് പോസ്റ്റർ ഒട്ടിക്കട്ടെ എന്ന് അടുത്ത ആള് പറയുന്നു. ഇങ്ങനെ ഇങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു. എന്ന് വെച്ചാൽ ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ ആകെ ഹ്യൂമിലിയേറ്റഡ് ആയി. ഇത് ഇച്ചിരി നേരം അല്ല കേട്ടോ, ഇതൊരു 12-12:15 തുടങ്ങിയ സാധനം 2:30-ക്കാണ് തീരുന്നത്. ആ 2:30 വരെയും ഇത് ഒരു കാര്യം പോലും പോസിറ്റീവായിട്ട് ഇവർ സംസാരിക്കുന്നില്ല. കൂടാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് എൻ്റെ തൊട്ട് ഈ റൈറ്റ് സൈഡിലാണ് സിയാദിക്ക ഇരിക്കുന്നത്. അപ്പൊ സിയാദിക്കയോട് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നവർ മുഴുവൻ ഇവിടെ എന്തോ ഒരു ചിരിയും ബഹളവും ഇതും ഒക്കെ എനിക്ക് കേൾക്കാം. എന്തോ there is something wrong എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിത് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ, നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ചുളുങ്ങൂലോ. അപ്പൊ ഈ ഷർട്ടിന്റെ ഇടവഴി ഇവര് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവരവിടെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാനിത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഞാൻ അതിന്റെ മുകളിൽ ഞാൻ സേഫ്റ്റി പിൻ കുത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതിട്ടാലും ബട്ടൺസ് ഒക്കെ ഇട്ടാലും ഈ ഇടവഴി കാണാതിരിക്കാൻ ഞാൻ അതിന്റെ ഇടയിൽ സേഫ്റ്റി പിന്നും കുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോലീസിനെ ഞാൻ കാണിച്ചു കൊടുത്തു, ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു കൊടുത്തു, ഇതാണ് ഞാൻ ഇട്ടിരുന്ന സാധനം. സേഫ്റ്റി പിൻ പോലും ഊരിയിട്ടില്ല. സേഫ്റ്റി പിൻ വരെ കുത്തിയ സാധനത്തിന്റെ ഇടവഴി നോക്കിയിട്ടാണ് ഇവര് ഈ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അപ്പോഴേക്കും സന്ദീപിന്റെ മെസ്സേജ് എനിക്ക് വന്നു, ഷർട്ടിന്റെ ബട്ടൺ ഇടൂ, ഇല്ലെങ്കിൽ ഇവിടെ കോമഡി ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഞാൻ വേഗം ബട്ടൺസ് ഇട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെ മുഖത്ത് കള്ളച്ചിരിയാ. ഞാൻ ആകെ എനിക്ക് എന്താ ചെയ്യണ്ടേന്നറിയില്ല. ഒരു 16 പേരിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ ഇവർ ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും ഭയപ്പെടുത്തുക ചെയ്യുക. എപ്പോഴും അങ്ങനെ തന്നെയാ. ഇവര് ഒച്ച വെച്ച് ബഹളം വെക്കുമ്പോൾ, പ്രത്യേകിച്ച് ആണുങ്ങൾ ഒച്ച വെക്കുമ്പം നമ്മൾ ഒരാൾ ഒച്ച വെച്ചാൽ തന്നെ നമുക്ക് ഭയം വരും. ഇത് 16 പേര് ശബ്ദം കൊണ്ട് ഭയപ്പെടുത്തുക നമ്മൾ. എന്നിട്ട് ഡെസ്കിലൊക്കെ അടിക്കുകയും ബഹളം വെക്കുകയും. ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഞെട്ടുക, ഓരോ ഇങ്ങനെ ബഹളം വെക്കും തോറും. അപ്പം അതിൻ്റെ ഇടയിൽ സിയാദിക്കയോട് പേഴ്സണലി പറയാണ്, എനിക്ക് സ്നേഹമുള്ള ഒരാളാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം സിയാദിക്ക എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ എൻ്റെ കണ്ണ് നിറയുക. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. വളരെ സീരിയസ് ആയ ഒരു പ്രശ്നം ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ വിളിച്ചു ഇതുപോലൊരു സംഘടനയിൽ ചർച്ച ചെയ്യുന്നത് ആ പരാതി പറയാൻ വന്ന സ്ത്രീയുടെ അടിവസ്ത്രത്തിന്റെ നിറമാണ് എന്നുള്ളത്, അത് പുറത്തേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി അപമാനമായി എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അതെ. അതോ അവരതങ്ങനെ കാണുന്നുണ്ടോ? അവർക്കത്, ഞാൻ പറഞ്ഞില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ചീള് കേസ് എന്ന് പറയില്ലേ, അങ്ങനെയാണ്. ഇതൊക്കെ പോയി കംപ്ലൈന്റ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും അവരുടെ വിചാരം, ഇപ്പോഴും അവർ വിശ്വസിക്കുന്നതും അവരിതിനകത്തുനിന്ന് സുഖമായിട്ട് ഇറങ്ങിപ്പോരും. ഇതൊരു കേസൊന്നും നിലനിൽക്കുന്ന കേസല്ല. ഇപ്പോഴും അവരെന്നെ വിളിച്ച് എൻ്റെ അടുത്ത് പറയുന്നത്, ഈ കേസൊന്നും നിലനിൽക്കില്ല, ഒന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാനായിരിക്കും പുറത്തു പോകേണ്ടി വരിക. കാര്യം ഇതെന്താ കയറി പിടിച്ചൊരു കേസോ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി അപമാനിച്ചൊരു കേസാണ്, ഇതിനകത്ത് കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവർ. എന്തും ആയിക്കോട്ടെ, ഞാൻ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചവിടുത്ത് ഞാൻ അതിൽ നിന്ന് റിക്കവറായി. മാത്രമല്ല, ഇനി അവരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പൊ അവര് പറഞ്ഞു നടക്കുന്നു, എനിക്കെന്തോ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഓരോരുത്തരോട് പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഫെയിമിന് വേണ്ടിയിട്ടാണെന്ന്. ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഫെയിം ഉണ്ടാക്കാൻ എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ? ഞാനത് ചെയ്തിട്ടില്ലല്ലോ, എനിക്കതൊരു താല്പര്യവും ഇല്ലല്ലോ. അപ്പൊ അവര് വിളിച്ച് നേരിട്ട് തന്നെ പറയാണ്, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഈ കേസ് കൊണ്ടൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് സംഘടനയുടെ ആളുകളാണോ ഈ വിളിച്ചു പറയുന്നത്? അതെ, സംഘടനയുടെ ആളുകൾ തന്നെ വിളിച്ചു അതാ ഞാൻ പറഞ്ഞത്, ആളുകൾ വിചാരിക്കുന്ന പോലെ അവര് ഭയപ്പെട്ടിരിക്കുകയല്ല, പകരം ഇതൊന്നും ഞങ്ങൾക്കൊന്നുമല്ല, ഇത് ഞങ്ങൾക്ക് പുല്ലാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ നിൽക്കുന്നത്. അതായത് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, നിങ്ങളെ ഇവിടുന്ന് പോവുള്ളൂ, കംപ്ലൈന്റ് പറഞ്ഞവർ ഇവിടുന്ന് പോവും, അല്ലാത്തവര് ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നവരായിരിക്കണം. അതിന് നമ്മൾ തയ്യാറല്ലല്ലോ.
അവർക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഈ വിഷയങ്ങളിലൊക്കെ WCC ഒക്കെ ഇടപെട്ടില്ലേ, ഇത് സാന്ദ്രയുടെ വിഷയത്തിൽ തന്നെ? എൻ്റെ വിഷയത്തിൽ WCC കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, അവർ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അവരുമായിട്ട് അങ്ങനെ ബന്ധങ്ങളും ഇല്ല. ഞാൻ പലപ്പോഴും WCC വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റുകൾ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമല്ല അവരുടെ സൈഡ്. കാര്യം ഞാൻ അവരെ പരസ്യമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അവര് എന്നെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, 2-3 പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ 1-2 പ്രാവശ്യം വിളിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ഈ വിക്ടിം സൈഡിൽ നിൽക്കുന്നവരാണ് ഇപ്പം സാന്ദ്രയൊക്കെ ആണെങ്കിലും WCC ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം സാധ്യമല്ലേ? സ്ത്രീകള് സംഘടിതരല്ല. അതെന്താ പറ്റാത്ത? അത് സ്ത്രീകളുടെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഒരു പുരുഷന്മാരെപ്പോഴും പുറമെ ശരിക്കും പുറമെ അവര് ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ തോന്നുമെങ്കിലും അവര് ഭയങ്കര കളക്റ്റീവാണ്, അവര് സംഘടിതരാണ്. നമ്മള് പേരിന് മാത്രമേ കളക്റ്റീവ് ഉള്ളൂ, അല്ല, സത്യത്തിലല്ല നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ സംഘടിതരായി നിൽക്കുക എന്ന് പറയുന്ന സ്ത്രീകൾക്ക്, സംഘടിതരായി നിന്നാൽ വൻ ശക്തിയുമാണ് സ്ത്രീകൾ. അത് അങ്ങനെ ആവട്ടെ, അങ്ങനെ ആയി വരട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഘടിതരല്ലാതെ ഇരിക്കുന്നതാണ് ഈ ചൂഷണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം. അതെ, അത് സംഘടിതരായി ഇരിക്കുന്നവരെ ഈ കലക്കാൻ ഇവർക്ക് നന്നായി അറിയാം. അതിൽ നിന്ന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പില്ലറെ അടിച്ചു താഴെ ഇടുക എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് സാന്ദ്രയ്ക്കും WCCക്കും ഇടയ്ക്കുള്ള പ്രശ്നം എന്താണ്? ആക്ച്വലി ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഞാനതിൽ ചേർന്നില്ല എന്ന് മാത്രം. ചേരാതിരുന്നതിന്റെ കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും അവർ ഇടപെടുന്നില്ല. സ്ത്രീകൾക്ക് വരുന്ന എല്ലാ വിഷയങ്ങളിലും അവർ ഇടപെടുന്നില്ല. അവർക്ക് ഓക്കെ എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചില വിഷയങ്ങളിൽ മാത്രമേ ഇടപെടുന്നുള്ളൂ. അല്ലാതെ എല്ലാ സ്ത്രീകളുടെ വിഷയങ്ങളിലും ഇടപെടുന്നില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ WCCയിൽ സാന്ദ്ര മെമ്പർഷിപ്പ് എടുക്കാഞ്ഞിട്ടാണോ അതോ അവർ ചേർക്കാത്തതാണോ? ഞാൻ എടുക്കാത്തതാണ്. പലപ്പോഴും എന്നെ വിളിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഇത് WCC ഫോം ചെയ്യുന്ന സമയം തൊട്ട് എന്നെ വിളിക്കുന്നതാണ്. റിമയൊക്കെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇനി മാറ്റി ചിന്തിക്കുന്നുണ്ടോ? കാരണം ഒരു സംഘടിത ശക്തിയായി നിൽക്കുന്നതാണ് സിനിമയിൽ സ്ത്രീകൾക്ക് ഗുണം ചെയ്യുക എന്നുള്ള യാഥാർത്ഥ്യം സാന്ദ്രയ്ക്ക് അറിയാം. ഈ 99% വിഷയങ്ങളിലും യോജിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു റീതിങ്കിങ്ങിന് തയ്യാറാണോ സാന്ദ്ര? ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് ഫിലിം ചേംബറിന്റെ അണ്ടറിൽ തന്നെ ഒരു വനിതാ ഫോറം, ഒരു ലേഡീസ് ഫോറം വരുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നി. നമ്മൾ പുരുഷന്മാരെ ശത്രുക്കളായി കാണാതെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന, പലരും കഴിവുകൾ കൊണ്ട് മാത്രമേ വ്യത്യസ്തരാകുന്നുള്ളൂ, അല്ലാതെ ജെൻഡർ വൈസ് വ്യത്യസ്തരാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അവരുടെ ടാലന്റ് അനുസരിച്ച് അവരെ അംഗീകരിക്കുക, അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ പുരുഷന്മാരെ ശത്രുക്കളായി കാണുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു ഫോറമാണ് നമുക്ക് വേണ്ടത്, ഒരു ലേഡീസ് ഫോറമാണ് വേണ്ടത്. അത് WCC എങ്കിൽ WCC. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തന്നെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിന് തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ അതിന് അവസാന നിമിഷം ഒരു ഹർജി വരികയും അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ടി ഈ റിപ്പോർട്ട് ഒരു തരത്തിലും പുറത്തു വരരുത് പൂർണ്ണമായും എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഇൻഡസ്ട്രിയിൽ വളരെ ശക്തമായി ഉണ്ട്, അല്ലേ? ഉണ്ടെന്നതിന് തെളിവല്ലേ ഇത്? അതിനുള്ള തെളിവാണല്ലോ ഇപ്പം സുപ്രീം കോടതി വരെ പോയി ഇത് കൊടുത്തേക്കുന്നതും. അതൊക്കെ വെറും ബിനാമികൾ മാത്രമാണ്. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് പച്ച വാസ്തവമാണ്. പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ? ഇവർക്കൊക്കെ വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാരാണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ കൂച്ചുവലം ഇടുന്നത്. അതേപോലെ ആക്ഷൻസിനും ഇപ്പം എത്രയോ നേരത്തെ കറക്റ്റീവ് മെഷേഴ്സ് ഒന്നും വേണ്ട. എന്തിന് സർക്കാരിന് ഇതിനകത്ത് ഇടപെടാമല്ലോ? ഇത്രയധികം ടാക്സ് കൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രി അല്ലേ ഇത്? സർക്കാർ എന്തുകൊണ്ട് കാര്യക്ഷമമായിട്ട് ഇതിനകത്ത് ഇടപെടുന്നില്ല?
ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് അറിയുന്നു. ഒരു ട്രിബ്യൂണൽ കൊണ്ടുവരാത്തത് എന്താണ്? അതാണല്ലോ ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന, അവരുടെ ഫൈൻഡിങ്സിൽ അതാണല്ലോ പറഞ്ഞേക്കുന്നത്. അതല്ലേ വേണ്ടത്. ഇവിടെയുള്ള സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവം എല്ലാവർക്കും അറിയാം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി സിനിമാ നിർമ്മാണം സാന്ദ്രയ്ക്ക് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കുമല്ലേ? തീർച്ചയായിട്ടും അതെ. ഞാൻ ഇപ്പൊ സിനിമ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന അസോസിയേഷൻസ് എല്ലാവരുടെയും സപ്പോർട്ടും നമുക്ക് വേണമല്ലോ. ഇപ്പം അസോസിയേഷനിൽ പുറത്താക്കി എന്ന് വെച്ച് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റായികയില്ല. പടം സെൻസർ ചെയ്യാനായിട്ട് അസോസിയേഷന്റെ ആവശ്യമൊന്നുമില്ല. അത് വിനയൻ സാർ പ്രൂവ് ചെയ്തതാണ്. പക്ഷെ ഇതൊരു വലിയൊരു ഹൈറാർക്കിയൽ സാധനമാണല്ലോ. ഇവരൊരു മൊണോപ്പൊളി ആയിട്ട് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു പേര്. അപ്പം അതിനകത്തുനിന്ന് അവിടെ നമുക്ക് ഇവരെല്ലാം ഉടക്കി നിൽക്കുമ്പം പടം ചെയ്ത് റിലീസ് ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയ ടാസ്ക്കാണ്. അതായത് പണ്ട് എടുത്ത് ഒരു പടം എടുക്കുമ്പോൾ നമുക്ക് എടുക്കുന്ന എഫേർട്ടിന്റെ ഇരട്ടി എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പടം ഒന്ന് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ചിലപ്പോൾ ചില സമയങ്ങളിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ നറേറ്റീവ്സ് വിശ്വസിക്കും. ഇവർ പല കഥകളും പറഞ്ഞിറക്കുമല്ലോ. ഈ കഥകളും അതിൽ കുറച്ച് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറയുന്ന പോലെ ആൾക്കാർ അതും വിശ്വസിക്കും. അപ്പൊ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കഥകള് ഇറക്കുന്നതിന് ഒരു പഞ്ഞവും ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർ, നമ്മുടെ ഫിനാൻസിയേഴ്സ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയമാവൂലോ നമ്മുടെ കൂടെ പടം ചെയ്യാനായിട്ട്. താരങ്ങൾക്കും ഇവര് വിളിച്ചിട്ട് എന്തിനാണ് അവരുടെ കൂടെ പടം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ആർട്ടിസ്റ്റിനെ വിലക്കും, ടെക്നീഷ്യൻസിനെ വിലക്കും. ഇവരെല്ലാം ഒറ്റക്കെട്ടാണല്ലോ. പ്രത്യേകിച്ച് ഞാൻ ഇവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു. ബി ഉണ്ണികൃഷ്ണനെയും ആൻഡോ ജോസഫിനെയും ഒക്കെ ഞാൻ പേരെടുത്ത് വിമർശിച്ച ഒരു സാഹചര്യത്തിൽ എന്നെ ഇനി ഒരു പടം ചെയ്യാൻ സമ്മതിക്കുമോ? അതൊരു കോമൺ സെൻസ് അല്ലേ? അതൊരു ബുദ്ധിമുട്ടും. ഞാൻ സാന്ദ്ര അതിലെന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? പടം ചെയ്യൽ കുറച്ചു കാലത്തേക്കെങ്കിലും നിർത്തിവെക്കുമോ അതോ തുടരുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും തുടരും. ഞാൻ എന്തിനാ ഭയന്ന് പിന്മാറുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അവർക്ക് നമ്മളെ ഭയപ്പെടുത്താൻ പറ്റുന്നത് നമുക്കുള്ളിൽ ഭയമുണ്ടെങ്കിൽ മാത്രമാണ്. ഹഡിൽസ് അനവധിയാണ് എന്ന് പറഞ്ഞു. എങ്ങനെ അതിനെ തരണം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ താരങ്ങളെ ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല, വിതരണക്കാരെ കൃത്യമായി കിട്ടിയെന്ന് വരില്ല. എങ്ങനെയാണ് സാന്ദ്ര അതിനൊരു പ്ലാൻ ബി സാന്ദ്രയുടെ മനസ്സിലുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇപ്പം 14 വർഷമായി ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. ഞാനിപ്പോ ഒരു KK ജോസഫാ. ഇതല്ല, ഇതിനപ്പുറം ചാടി കിടക്കും ഞാൻ. കാര്യം നമ്മളത് പഠിച്ചു. ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇത് പുറത്തേക്ക് വന്ന് പറഞ്ഞത് ഇപ്പോഴാണെന്നുള്ളതേ ഉള്ളൂ. എത്രയോ പ്രശ്നങ്ങൾ ഒക്കെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുകയും ഈ വെടക്കാക്കി തനിച്ചാക്കുക എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പലപ്പോഴും. ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ആരോപിക്കപ്പെടുക, പ്രശ്നങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ എന്റെ മുന്നിൽ പുതിയതായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോടതിയും കേസും ഇതൊക്കെയാണ്. അത് എന്നെ സംബന്ധിച്ചോളം എനിക്കറിയില്ല ഇത് എങ്ങനെയൊക്കെയാണ്. എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, എവിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നടന്ന സംഭവം. ഇപ്പൊ പലപ്പോഴും പല കാര്യങ്ങൾക്ക് ഇപ്പൊ ഒരാളെ കയറി പിടിച്ചു, നമ്മൾ ക്യാമറയായിട്ട് വന്ന് പിടിക്കുകയല്ലോ. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാനോ ഇതൊന്നും പറ്റില്ലല്ലോ. ഒരു സദസ്സിലേക്ക് ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് പരസ്യമായിട്ട്. പക്ഷെ ആ അപമാനം ഏറ്റുവാങ്ങേണ്ടത് സ്ത്രീയുടെ ഏതാണ്ട് കടമ പോലെ. അതെ, അത് ശരിക്കും പറഞ്ഞാൽ മറ്റേ പാഞ്ചാലിനെ ഒരു സഭയിൽ നിർത്തി സാരി ഉരിയില്ലേ, അതേ അവസ്ഥയാണ് എൻ്റെ. അതേ അവസ്ഥയാണ്. പക്ഷെ പാഞ്ചാലി, ഞാനും ഒരു പാഞ്ചാലിയാണ്, മനസ്സിലായോ? ഇത് ഞാനും ഈ പറഞ്ഞ പോലെ ഏതറ്റം വരെ പോയെന്ന് പറഞ്ഞാലും ഇവർക്ക് അതിനുള്ള ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എന്നെ ഇൻസൾട്ട് ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും. അത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഉള്ള ജഡ്ജിമാരാണെങ്കിലും വക്കീലന്മാരാണെങ്കിലും, ഞാൻ എൻ്റെ വക്കീലിൻ്റെ അടുത്ത് പോയി കഥ മുഴുവൻ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞ് തുടങ്ങി കുറച്ച് പകുതി വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ആട്ടം സിനിമ കണ്ടായിരുന്നു എന്നാണ് എന്നോട് വക്കീൽ ഇങ്ങോട്ട് ചോദിച്ചത്. കാര്യം അവർക്കൊക്കെ ഇത് കാലം മാറുന്നതനുസരിച്ച് ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ജഡ്ജ്മെന്റ്സ് മാറുന്ന കണ്ടില്ല, എന്തെല്ലാം പുതിയ ജഡ്ജ്മെന്റ്സാ വരുന്നത്. അപ്പം അത് കാലത്തെ ഉൾക്കൊള്ളുന്നവരാണ്. നമുക്ക് എല്ലാ പുരുഷന്മാരെയും ആക്ഷേപിക്കാനായിട്ട് പറ്റില്ല. വളരെ കുറച്ച് ഈ അധികാരം പേര് നിൽക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. അതല്ലാത്തവരൊക്കെ
സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്, നല്ലതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു കാലത്ത് നരസിംഹവും ആറാം തമ്പുരാനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഞാൻ അതിനകത്ത് ഡയലോഗ്സ് ഒക്കെ കാണുമ്പോ ആകുന്ന ഒരാളാണ്. അപ്പൊ അത് കാലത്തിനനുസരിച്ച് ആളുകൾ മാറണം. നമ്മൾ ഇവോൾവ് ആവണ്ടേ? നമ്മൾ കേൾക്കുന്ന ഇൻഫർമേഷനും നമ്മൾ കാണുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കണം. എന്നാണ് അങ്ങനെയുള്ളവരും ഈ പറയുന്ന എന്തെല്ലാം പുതിയ പുതിയ ജഡ്ജ്മെന്റ്സാ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ശരി, താങ്ക്സ്. ഇത്രയും നേരം സഹകരിച്ചതിന്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. താങ്ക് യു.